ഈ കുണ്ടിയും മുലയും കാണിച്ചുകൊണ്ട് വരുന്ന പെണ്ണുങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു കൾച്ചറിൽ ഞാൻ പറഞ്ഞുതരാം, ഇന്നുള്ള പല പെണ്ണുങ്ങൾ റീൽസിനകത്ത് പകുതി തുണി ഊരിക്കുക അല്ലെങ്കിൽ റീച്ച് കിട്ടുമെന്നുള്ള പക്ക ബോധ്യം ഉള്ളത് കൊണ്ടാണ് തുണി ഊരുന്നത്. അല്ലാതെ അവരവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട്, ഞാൻ പറയട്ടെ, ബാംഗ്ലൂർ താമസിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അവരവരുടെ കൾച്ചർ എന്താണെന്ന് എനിക്കറിയാം. അവർ കാലാതീതമായി ആ ഡ്രസ് ഇട്ട് വരുമെന്ന് എനിക്കറിയാം. അവർ ഈ പറയുന്നത് എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ് ഇടുന്നുണ്ട്, അവർക്ക് പ്രശ്നമില്ല. എന്താ, അവരുടെ കൾച്ചർ വന്നതും അങ്ങനെ. അതിനപ്പുറത്തേക്ക് എന്റെ ശരീരത്തിന്റെ ഇന്ന ഭാഗങ്ങൾ തുറന്നു കാണിച്ചാൽ എനിക്ക് റീച്ച് കിട്ടുമെന്നൊരു പെണ്ണ് മനസ്സിലാക്കിക്കൊണ്ട് തുറന്നു കാണിക്കുന്നതിനെ ശരിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. റീച്ച് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ തുറന്നു കാണിച്ചു തിരിച്ച് അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം അല്ലേന്ന് അവർ ചോദിച്ചാൽ അതിനൊന്നും മറുപടി സണ്ണി ലിയോൺ വസ്ത്രധാരണം നടത്തുന്നു, അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്താ, അവർ വന്നതും അവരുടെ വസ്ത്രധാരണം അല്ല, അത് അങ്ങനെ തന്നെ. അതിനപ്പുറത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസം സണ്ണി ലിയോൺ വന്നിട്ട് ഫുൾ ചുരിദാറും കൈയും മറച്ച് ഇങ്ങനെ ചാളി തുണിയിട്ടോണ്ട് നടക്കുന്ന ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ ഉരകിടന്നല്ലേ പറയത്തുള്ളൂ. അല്ല, നമ്മൾ ഈ കംഫർട്ട് എന്ന് പറയുന്നത് എന്താ? ഞാനിപ്പോൾ വസ്ത്രം ധരിച്ചുകൊണ്ട് കംഫർട്ട് അല്ലേ, എനിക്കൊരു കംഫർട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ പറയുന്ന സമൂഹത്തെ കാണിക്കാനായിട്ട് വലിച്ചു കയറ്റുന്നവർക്കാണ് ഇവർക്ക്, നമുക്കറിയാം അവർ വരുമ്പോ തന്നെ ഇങ്ങനെ ചൂളി. അപ്പൊ ആ ഒരു കംഫർട്ട് ഇല്ലാത്ത ആളുകൾ എന്തിനാ അത് ഇത്രയും ബുദ്ധിമുട്ടുന്നത്? അപ്പൊ അവർ പറയുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക അവർ ഇഷ്ടമാണ്, കംഫർട്ടാന്ന് പറയും. പക്ഷെ കംഫർട്ടിൽ ഉപരി ഞാൻ പറയട്ടെ, അത് റീച്ച് ഉദ്ദേശം. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, എന്താ പറയാ, ഹണി റോസ് വീഡിയോ ഇട്ടുകൊണ്ട് വരുന്നു, എക്സ്പോസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പലരുടെ പ്രശ്നമുണ്ട്. ഹണി റോസിന് ഒരു എതിരെ പോലും വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ കംഫർട്ടായിട്ട് തന്നെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് റീച്ചിന് വേണ്ടി മാത്രം വസ്ത്രം അഴിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ചക്ക ചേച്ചി എന്ന് പറഞ്ഞൊരു പെണ്ണ്, അങ്ങനെ അവരുടെ പേരൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ കുറച്ച് എന്താ പറയാ വീഡിയോ ഇടുന്ന പെണ്ണുങ്ങൾ, അവരുടെ ശരീരത്തിന്റെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന ഭാഗങ്ങൾ, അതായത് ലൈംഗിക ദാരിദ്ര്യമുള്ളൊരു സമൂഹമാണ് നമ്മൾ, പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ അവര് പറയുന്നതാണല്ലോ, കാണാൻ ആൾക്കാരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അവര് പറയണ്ട, പക്ഷെ അതാണല്ലോ കാര്യം. അതെ, അങ്ങനെ കാണാനുള്ള ഒരു സമൂഹത്തെ ഇങ്ങനെ തുറന്ന് കാണിക്കുമെന്ന് അവർ സമ്മതിക്കണം. സമ്മതിച്ചു കഴിഞ്ഞാൽ അതാ പറഞ്ഞത്, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാത്ത. അല്ലാതെ സ്ത്രീകളെ എവിടെ ഞാൻ ഇവിടെ സ്ത്രീ വിരുദ്ധത പറയുന്നത്? ഞാൻ പറയട്ടെ, എന്റെ വീട്ടില് വാപ്പ ഗൾഫിലായിരുന്നു. എനിക്ക് എൻ്റെ ഉമ്മ പിന്നെ 2 സഹോദരിമാരാ, എൻ്റെ ഇളയത് മൂത്തത്. ഈ 3 സ്ത്രീകളുടെ ഇടയിലാണ് ഞാൻ വളർന്നത്. എനിക്കെങ്ങനെ സ്ത്രീ വിരുദ്ധത പറയാൻ പറ്റും? എനിക്കെങ്ങനെ ഒരിക്കലും സ്ത്രീ വിരുദ്ധത, ഞാൻ പറഞ്ഞില്ലേ, തുണിയില്ലാത്ത പെണ്ണുങ്ങളെ തുറന്നു കാണിക്കുന്ന സ്ത്രീ വിരുദ്ധത. ഞാനൊക്കെ എൻ്റെ പണ്ട് വീട്ടില് ഈ പറയുന്ന തൊട്ട് അശയിലൊക്കെ ഉണക്കാനിട്ടേക്കുന്ന മാത്രം കണ്ടിട്ടുള്ള സാധനമാണ് ഈ ബ്രായൊക്കെ. ഇതിപ്പോ പെണ്ണുങ്ങൾ പുറത്തിടുന്ന ഇതാ. ഇത് ഏതോ ചൂട് ഉള്ള കാലഘട്ടത്തിൽ അവർക്ക് ചൂട് കയറാതിരി എന്ത് പറയാ, അങ്ങനത്തെ ക്ലൈമറ്റ് ഇല്ലെങ്കിൽ, ഞാൻ പറയട്ടെ, വെസ്റ്റേൺ കൾച്ചർ ഇല്ലെങ്കിൽ അവിടുത്തെ വസ്ത്രധാരണം അല്ലേ ഇവിടെ പലരും കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കോപ്പി ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അത് തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. പക്ഷെ അത് ഇതെന്റെ കംഫർട്ട്, എന്റെ ഇതെന്ന് മാത്രം പറയുമ്പോൾ ചില സ്ഥലത്ത് ഇത് മാറുന്നുണ്ട്. അത് വളരെ തുറന്നു പറഞ്ഞാൽ ഈ കൈയില്ലാത്ത ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന പെണ്ണുങ്ങൾക്ക് കൈ പൊക്കാൻ മടിയാ, കക്ഷം കണ്ടാലോ. ആ കോൺഫിഡൻസ് അവർക്കില്ല, കൊടുക്കാൻ പറ്റത്തില്ല. പറയുന്നത് ഇത് ഇട്ടാൽ ആ കോൺഫിഡൻസ് ഉണ്ടാവണം. അതില്ല, ആ കോൺഫിഡൻസ് വേണ്ടി ഇടുന്നേ, കംഫർട്ടിന് വേണ്ടി ഇടുന്നേ.